ഹലോ. ഇന്ന് ഇന്റർനെറ്റും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലുള്ള ബന്ധമുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ ഈ ബന്ധം കൂടുതൽ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്താണിത് എന്നുള്ള ഇത് കാര്യമായിട്ട് ഇതിനെപ്പറ്റി അടുത്ത കാലത്ത് മാത്രം 2023-4 കാലഘട്ടത്തിലാണ് ഇതിനെപ്പറ്റി പഠനം തന്നെ കാര്യമായിട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഇന്റർനെറ്റ് ഉപയോഗം ആഗോള താപനം വർദ്ധിക്കുന്നതിനും അതുമാതിരി തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനും ഒക്കെ ഇടവരുത്തുന്നത് എന്നാണ് പരിശോധിക്കുന്നത് എന്ന് ചുരുക്കിയോടെ പറയാം. വളരെ ചുരുക്കിയിട്ട് പറയാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് എനർജി വേണം. നമുക്കറിയാം, എനർജി ഇല്ലാതെ ഒരു വസ്തുവും നമുക്ക് ചലിപ്പിക്കാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയില്ല. അത് എനർജി രണ്ട് രീതിയിലുള്ള എനർജി ഉണ്ട്. ഒന്നാമത്തത് നമ്മള് കാർബൺ എനർജി, കാർബൺ ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ പുറത്തു വരുന്ന കാർബൺ, ഉദാഹരണത്തിന് ഈ ഇന്ധനം, പെട്രോള്, ഡീസല്, പിന്നെ അതുമാതിരി തന്നെ കരി തുടങ്ങിയവയൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് പുറത്തേക്ക് ധാരാളം കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇത്തരത്തിലുള്ള വാതകങ്ങൾ വരുന്നുണ്ട്. രണ്ടാമത്തെ ഊർജ്ജമാണ് ഹരിതവാതകം. ഹരിതവാതകം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും പിന്നെ അതുമാതിരി തന്നെ തിരമാലയിൽ നിന്നും പിന്നെ അതുമാതിരി തന്നെ കാറ്റിൽ നിന്നൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അത് ക്ലിയർ എനർജി അല്ലെങ്കിൽ ശുദ്ധമായ വായു എന്ന് പറയുന്നു, ശുദ്ധമായ എനർജി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏത് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എത്രമാത്രം കാർബൺ എമിഷൻ ഉണ്ടാവുന്നു എന്ന് തിട്ടപ്പെടുത്തുന്നത്. മിക്കവാറും രാജ്യങ്ങളിൽ ഇന്റർനെറ്റിന് ആവശ്യമായിട്ടുള്ള ഊർജം ഉപയോഗിക്കുന്നത് ഈ കാർബൺ എനർജിയിൽ നിന്നാണ്. ഇന്ത്യ അടക്കം ഇന്ത്യയുടെ 82% എനർജിയും പ്രവർത്തിക്കുന്നത് കാർബൺ എനർജി ഉപയോഗിച്ചാണ്. ലോകത്തുള്ള മിക്കവാറും രാഷ്ട്രങ്ങളുടെ ഊർജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ എനർജിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് വ്യാപകമാകുന്തോറും സ്വാഭാവികമായിട്ടും ഈ കാർബൺ എനർജിയുടെ ഉൽപ്പാദനം ആവശ്യമായി വരികയും അതിനനുസരിച്ചിട്ട് കാർബൺ എമിഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായി പറഞ്ഞ? അപ്പം നമ്മള് ഇപ്പൊ രണ്ട് രീതിയിലാണ് ഇന്റർനെറ്റ്. ഒന്നാമത്തത് ഇന്റർനെറ്റ് സെർവർ പ്രവർത്തിക്കുന്നതിന് വലിയൊരു എമൗണ്ട് കാർബൺ എനർജി ആവശ്യമാണ്. രണ്ടാമത്തത് നാം നെറ്റ് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒരു എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഊർജം വരുന്നുണ്ട്. അതും ഈ സെർവറിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് കാർബൺ പുറത്തേക്ക് വരുന്നതിനിടയായിട്ടുണ്ട്. നമ്മൾ അറിയാതെ ഇപ്പൊ ഒരു ഗൂഗിൾ സെർച്ച് നടത്തുക, ഗൂഗിളിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് അന്വേഷണം നടത്തുക. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ ഒരു സെക്കൻഡിൽ ഒരു മിനിറ്റിൽ നമ്മൾ ഏതെങ്കിലും വിഷയത്തെ പറ്റി ഗൂഗിളിൽ വിസർജന നടത്തുമ്പോൾ ഏകദേശം 100 വാട്ട് ബൾബ് 17 സെക്കൻഡ് കത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഊർജം ആവശ്യമാണ് ഒരു മിനിറ്റ് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാൻ. അത് ഒരു മെസ്സേജ് അയക്കുന്നതിന് പോലും കറണ്ട് ആവുന്നുണ്ട്. മെസ്സേജ് അയക്കുന്നതിന് പോലും ഊർജം ആവശ്യമുണ്ട്. ഈ ഊർജം ഏത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുണ്ടായതാണ്? കരി ഉപയോഗിച്ചുകൊണ്ട്, കാർബൺ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പം ഏകദേശം 3.5 ബില്യൺ ഗൂഗിൾ സെർച്ചേഴ്സ് ലോകത്തിലുണ്ട് എന്നാണ് 2024 കണക്ക് പ്രകാരം. അങ്ങനെ 3.5 സെർച്ച് ഏകദേശം ഒരു വ്യക്തി 0.02 കിലോഗ്രാം കാർബൺ എമിഷൻ ഒരു സെക്കൻഡ് നെറ്റ് ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട്. ഒരു സെക്കൻഡ് നെറ്റ് ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അതായത് നമ്മൾ ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിന്റെ ഫലമായിട്ട് 40% എനർജിയും ഉപയോഗിക്കപ്പെടുന്നത്
ഗൂഗിൾ സെർച്ചിൽ കൂടിയാണ്. 60% നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കാനും അതിന്റെ ഇതിനു വേണ്ടിയൊക്കെ ചെലവഴിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഒരു കമ്പ്യൂട്ടറിൽ മെസ്സേജ് വിട്ടിട്ട് താങ്ക്സ് അയക്കുകയാണ്, അല്ലെങ്കിൽ ഹലോ മൈ ഡിയർ എന്ന് പറയുന്നത്. ആ ഹലോ മൈ ഡിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം വെറുതെയാണ് സംസാരിക്കുന്നത്. അതായത് അതിന്റെ ഫലമായിട്ട് 23,500 അൺനെസറി ടണ്ണ് കാർബൺ ലോകത്ത് മൊത്തം പുറത്തേക്ക് വരുന്നുണ്ട്. 23,500 ടൺ കാർബൺ ഒരു കൊല്ലം. നമ്മൾ ഒരു പ്രാവശ്യം ഹലോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തവണ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുമ്പോ 23,500 ടണ്ണ് കാർബൺ ഒരു കൊല്ലത്തിൽ പുറത്തു വിടുന്നുണ്ട്. ആലോചിച്ച് നോക്കി. ഇത് കണക്ക് വിട്ടത് ഓവിയോ എനർജി സൊസൈറ്റി ഉണ്ട്, US വർക്ക് ചെയ്യുന്ന. അവര് തിങ്ക് ബിഫോർ യു താങ്ക് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് കൂടിയാണ്. അതായത് നന്ദി പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് ഈ വിവരണം നൽകിയത്. അതായത് ഒരു UK അഡൽട്ട് ദിവസം താങ്ക്സ് പറയുന്നതിന്റെ ഒരു താങ്ക്സ് കുറച്ചാൽ 16,533 ടൺ കാർബൺ ഡയോക്സൈഡിന്റെ റിഡക്ഷൻ ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത്. അപ്പൊ അതിന്റെ അളവ് പരിശോധിച്ച് നോക്കി, മനസ്സിലായില്ലേ? അതായത് ഒരു UK അഡൽട്ട് താങ്ക്സ് ഇമെയിലൊക്കെ അയക്കുന്നുണ്ട്. അതിൽ ഒരു താങ്ക്സ് ഒരു ദിവസം കുറയ്ക്കുകയാണെങ്കിൽ 16,433 ടൺസ് കാർബൺ എനർജിയുടെ റിലീസ് നമുക്ക് പെട്ടെന്ന് തടഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും. അപ്പം നമ്മൾ അതുമാതിരി തന്നെ യൂട്യൂബിൽ നിരന്തരമായിട്ട് കാർബൺ ഒരു കൊല്ലത്തിൽ ഏകദേശം 16 മില്യൺ ടൺസ് ഓളം കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രീം യൂട്യൂബ് കൂടെ ചെലവാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത് വലിയൊരു വിഷയമാണ്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് അവതരിപ്പിച്ചത്. എങ്കിലും നിങ്ങൾ ഈ വിഷയത്തിന്റെ പ്രധാന അംശം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു വിചാരിക്കുന്നു. ഈ വിഷയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കുകയാണെങ്കിൽ പല ഗവേഷകരും നടത്തിയിട്ടുള്ള പഠനത്തിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്ത കാലത്താണ് ഈ ഗവേഷണമൊക്കെ നടന്നിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് ആ റിസൾട്ട് കിട്ടിയിട്ട് പരിശോധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. അത് നമ്മൾ ആ വിവരം മനസ്സിലാക്കി വെക്കണം. നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മാത്രമല്ല, നമ്മളൊരു വെറുതെ ഒരു നടത്തിയാൽ തന്നെ കാർബൺ എമിഷൻ കൂടുന്നുണ്ട് എന്നാണ്, മൊബൈൽ കൂടെ സംസാരിച്ചാൽ തന്നെ കാർബൺ എമിഷൻ കൂടുന്നുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുന്നുള്ളൂ, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്.